ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് മുടി എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളതാണ്. എല്ലാവരുടെയും പ്രോബ്ലമാണ് ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്നു, അതല്ലെങ്കിൽ താരനുണ്ടാകുന്നു, മുടി കൊഴിയുന്നു, സോറിയാസിസ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് മുടിക്ക്. അതിനുവേണ്ടി എല്ലാവരും എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ റെഡിയാണ്. പക്ഷേ ആരും സ്വന്തമായിട്ട് വീട്ടിലൊന്നും ചെയ്ത് നോക്കുന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഓയിൽ വീട്ടിൽ കാച്ചി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റത്തെ ജോലി പോലും ഇല്ല. അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഓയിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ആത്മാർത്ഥയോടെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ റിസൾട്ട് എന്നോട് പറയുക. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലയുടെ ഗണത്തിൽപ്പെടുന്ന ദന്തപ്പാല എന്ന് പറയുന്ന ഒരു തരം സസ്യമാണ്. ഇതിങ്ങനെ തണ്ടിലിങ്ങനെ നമ്മുടെ ഇങ്ങനെ തണ്ടായിട്ട് നിന്നിട്ട് അതിലിങ്ങനെയാണ് ഇല നിൽക്കുന്നത്. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിലും റോഡ് സൈഡിൽ കൂടെ ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി കണ്ടിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാല് വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്തവർ കഴിച്ചു നോക്കിക്കോളുക. നല്ലൊരു കമർപ്പ് ചൊവയുണ്ട്. അതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇത് ഏറ്റവും നല്ല ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനാണ് ഞാൻ തണ്ടോടെ മുഴുവനായിട്ടും കാണിക്കുന്നത്. ഇത് ഞാനെല്ലാം എടുത്ത് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഈ പാത്രത്തിലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ മൺചട്ടി ഉള്ളവർ അത് തന്നെ യൂസ് ചെയ്തോളുക. ഇത് കുറേ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ വേറൊരു ചെരുവ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 ലിറ്റർ എണ്ണയ്ക്കുള്ള ഇലയുണ്ട്. ഞാൻ എന്നാലും ഒരു 3 ലിറ്റർ എണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് നല്ല കട്ടി വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം കൂടുതൽ ഇലയും കുറച്ച് ഓയിലും ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല, ചെളി ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മുടിനെ എഫക്റ്റ് ചെയ്യും. മാത്രമല്ല വെള്ളം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എണ്ണ കനച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെളിയും വെള്ളവും ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം മാർച്ച് ഏപ്രിൽ സമയത്താണെങ്കിൽ നല്ല ഇല കിട്ടും. പുതിയ തളിര് വരുന്ന സമയമാണ്. അത് മാത്രമല്ല ഈ സമയത്ത് തന്നെ നല്ല വെയിലുമുള്ള സമയമാണ്. അപ്പം നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇത് തന്നെയാണ്. പിന്നെ വരുന്ന മഴക്കാലമാണ്. മഴക്കാലത്തേക്ക് നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റില്ല, വെയിൽ കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സോറിയാസിസിന് നല്ല മരുന്നാണ്. സോറിയാസിസ് ഉള്ളവർ ഒത്തിരി മരുന്ന് മേടിച്ച് പൈസ കളയുന്നവർ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സോറിയാസിസ് ഉള്ളവർ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. 100% ഉറപ്പാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4-5 ദിവസത്തെ വെയിലാണ് സാധാരണ കൊള്ളിക്കുന്നത്. വെയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളണം. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം മതിയാകും. എന്നാലും ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് 4-5 ദിവസം വെയിൽ കൊള്ളിച്ചോളാം ഞാൻ പറയുന്നത്. ഈ സമയത്ത് വൈകുന്നേരം മഴയുള്ള സമയമാണ്. രാവിലെ ഒരു 11 മണി തൊട്ട് ഒരു വൈകുന്നേരം 3 മണി വരെയെങ്കിലും നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ ആ വെയിൽ 2-3 ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരില്ലായിരിക്കും. നല്ല വെയിലുള്ള സ്ഥലത്ത്, അല്ലാത്തവർ 4-5 ദിവസം വെച്ച് വെയിലത്ത് വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇലയുടെ ഒപ്പത്തിനൊപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ശരിക്കും ഒരു ഡാർക്ക് വയലറ്റ് കളറിലേക്ക് വരും. ആദ്യ ദിവസം വൈകുന്നേരം ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇലയുടെ കളറെല്ലാം മാറി. എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ വെയിലും കൂടെ കൊണ്ടാൽ മതിയെന്ന് തോന്നുന്നു. ഇവിടെ നല്ല വെയിലും ചൂടുമാണ്, അതാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മുടി ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 2-ാം ദിവസം ആയതുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ പപ്പടം പോലെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇനി എണ്ണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു വെച്ച് യൂസ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ഇല മാറ്റിയിട്ട് വേണം ഒഴിച്ചു വയ്ക്കാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.